എന്നതാണ്. ഷാജി കുമാറാണ് ശരി, മരണവംശം വായിച്ചു. അപ്പൊ അതില് നമ്മൾ തുളു ഭാഷയാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ തുളു ഭാഷ. അപ്പൊ അതില് കൺവേർഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കവിതകളുടെ വരികൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഇപ്പോ ഭാസ്കരൻ നടുവിൽ പുഞ്ചിക്കുന്ന ഒരു ലൈനുണ്ട്. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് അവന്റെ നെഞ്ചിലെ ആൽമരത്തണലിൽ അവൾ ഊഞ്ഞാലടി എന്ന് പറഞ്ഞുണ്ട്. അതേപോലെ അന്ത്യനിലാവുള്ള അല്ലെ ആ വരികളുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കവിതാ വരികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ കഥ ഞാൻ പുതിയ എഴുത്തുകാരൊന്നുമില്ല, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നല്ലാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ആഖ്യാന ശൈലി കൊണ്ടാണ് മരണവംശം വേറിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആഖ്യാന ശൈലി ഉണ്ടല്ലോ, അതേപോലെ ഒരു വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ടാണ് മരണവംശം നമുക്ക് വ്യത്യസ്ത ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ കഥാപാത്രങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ ജീവിതത്തിൽ ഇതേപോലത്തെ കഥാപാത്രങ്ങളെ? അതേപോലെ ഭാഷ സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അതേപോലെ ഈ വരികൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എഴുതുന്ന ഒരാളായതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദാരിയാണ്. നിങ്ങളെപ്പോലെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ റോൾ മോഡലാണ് നിങ്ങൾ. നല്ല വാക്കുകൾക്ക് നന്ദി. ഇത് മരണവംശം ഒരു സംഭവിച്ച ഒരു കഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു നോവലാണ്. അപ്പൊ അതില് ചന്ദ്രനും ഭാസ്കരനും ഒക്കെ അതിന്റെ പൂർവ്വ മാതൃകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ തന്നെയാണ് മരണപ്പെട്ടത്. പക്ഷെ ഭാസ്കരനെ ഞാൻ അങ്ങനെയാണ് കൊന്നത്, ഞാൻ കൊന്നതാണ് ഭാസ്കരനെ. അപ്പോ അതില് വന്നിട്ടുള്ള പല ഉപകഥകളും എന്റെ നാട്ടിൻപുറത്ത് പല കാലങ്ങളിൽ കേട്ട കഥകളാണ് പലതും. ഇപ്പോ ഇങ്കിട്ടവണ്ണന്റെ വായനക്കാർ ഒരു ബ്രാഹ്മണന്റെ കഥയുണ്ട്. അതൊക്കെ എന്റെ വീട്ടിന്റെ അപ്പുറത്ത് സംഭവിച്ചതാണ്. അപ്പൊ കേട്ടതും അറിഞ്ഞതുമായ കഥകളും അല്ലെങ്കിൽ കറിഞ്ഞതുമായ കഥകളും നമ്മളുമായിട്ടുള്ള കുറച്ച് ഇമാജിനേഷൻ എഴുത്തുകാരനെ കുറച്ച് സങ്കല്പിക്കുകയും ചെയ്യും. അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള നോവലാണ്. പിന്നെ ഭാഷ എന്നുള്ള തുണി ഒക്കെ ഞാൻ തുണി അറിയുന്ന ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇപ്പൊ ചെറുക്കനൊക്കെ ബന്ധുക്കൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ സംസാരിക്കുന്നു. പിന്നെ മറ്റ് കവിത നമ്മളൊക്കെ വായിച്ചതിന്റെ ഓർമ്മയും, പിന്നെ ഞാൻ സിനിമാ ഗാനങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സിനിമാ ഗാനങ്ങൾ ഇപ്പോ പണ്ടത്തോട്ട് ഇപ്പോഴുള്ള പല സിനിമാ ഗാനങ്ങളും എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഏത് സമയത്ത് ഇവിടെ ഈ പാട്ട് ചേർക്കാം എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പോ എഴുത്തിന്റെ ഒരു പരിശ്രമമുണ്ട്. ആ പരിശ്രമം അത് എഴുതുന്ന ആളെ സംബന്ധിച്ചോളം അതിന്റെ ഒരു വഴി കൃത്യമായിട്ട് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു.